എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ആദ്യം ജാമ്യം നൽകുന്നത് കേജ്രിവാളിന്? അത് മാർച്ച് മാസമാണ് ഈ കേജ്രിവാളിനെ പിടിച്ചകത്തിടുന്നത്. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ്, ആഴ്ചകൾക്ക് മുൻപാണ് ഇങ്ങനൊരു നടപടി ഉണ്ടാകുന്നത്, അല്ലേ? എന്താണ് പിന്നെ സുപ്രീം കോടതി ആ വിഷയത്തിലടക്കം വിമർശിച്ചുകൊണ്ട് ജാമ്യം നൽകുമ്പോൾ പറഞ്ഞത്? വലിയൊരു ജനാധിപത്യ പ്രക്രിയ നടക്കുകയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ് അരവിന്ദ് കേജ്രിവാൾ. ആ പ്രചാരണവുമായി ബന്ധപ്പെട്ട ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാനുള്ള അവകാശമുണ്ട്. അങ്ങനെയാണ് ജാമ്യം നൽകുന്നത്. നിങ്ങളിപ്പോൾ പറയുകയാണ് 30 ദിവസം കഴിഞ്ഞാൽ കുറ്റക്കാരനെങ്കിൽ എല്ലാ അവകാശങ്ങളും, ജനാധിപത്യപരമായ എല്ലാ പദവികളും ഇല്ലാതാകുമെന്ന്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അകത്ത് കിടക്കുന്നയാൾ ഈ ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ്, അയാൾ അതിലേക്ക് പങ്കാളിയാകാൻ പോകട്ടെ എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, കേജ്രിവാൾ സ്വയമേവ രാജിവെക്കുകയായിരുന്നു. ഈ ജസ്റ്റിസ് ഖന്ന ഈ ജാമ്യ ഉത്തരവ് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. The court was conscious that Kejriwal was an elected leader and did not want to comment on whether he should continue to hold the post, leaving the decision up to Kejriwal himself. അപ്പോൾ അത് കേജ്രിവാളിന് തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഞങ്ങളല്ല പറയുന്നത്, ആ വിഷയം കേജ്രിവാൾ തീരുമാനിക്കട്ടെ എന്നാണ്. ഈ പുതിയ നിയമ ഭേദഗതിയും ഇതുമായി എന്ത് താരതമ്യമാണുള്ളത്? ഇവിടെ കേജ്രിവാളിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. ജയിലിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള നേതാക്കൾ വരെ നമുക്കുണ്ട്. പക്ഷേ ജയിലിൽ ഇരുന്നു കൊണ്ടൊരു മുഖ്യമന്ത്രി നാട് ഭരിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് നടക്കില്ല എന്ന് കോടതി തന്നെ വ്യക്തമായി ലഫ്റ്റനന്റ് ഗവർണറുടെ അംഗീകാരം വേണ്ടത് എന്ന് അനിവാര്യമായി വരുന്ന ഫയലുകളിൽ ഒപ്പുവയ്ക്കാം, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ബിജു നായർ. ഇവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമിത് ഷാജിയുടെ കേസ് KC വേണുഗോപാൽ എടുത്തു പറയുകയുണ്ടായി. അദ്ദേഹം എന്താണ് ചെയ്തത്? ആരോപണം ഉണ്ടായി രാജിവെച്ച് മാറി 3 മാസം അദ്ദേഹം ജയിലിൽ കിടന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഏത് കേജ്രിവാൾ ആയിരുന്നു അങ്ങയുടെ? മനസ്സിലായില്ല. അതല്ല, ഞാൻ കേജ്രിവാളിന്റെ കാര്യം പറയുന്നത്, അമിത് ഷാജി ചെയ്തതുപോലെ കേജ്രിവാളും ആരോപണം ഉണ്ടായപ്പോൾ രാജിവെക്കണമായിരുന്നു. 9 തവണ ED സമൻസ് അയച്ചിട്ടും അദ്ദേഹം രാജിവെച്ചില്ല എന്ന് മാത്രമല്ല, ആ നോട്ടീസ് മറുപടി നൽകാൻ തയ്യാറാകാതെയാണ് അദ്ദേഹം അറസ്റ്റിലായി ജയിലിലായത്. ഒരു സെക്കൻഡ് ബിജു നായർ, ഏതാണ് നാം വിശ്വസിക്കേണ്ടത്? അങ്ങ് പറയുന്നു ശരിയാണ്, ED 9 തവണ സമൻസ്. ഇത് കള്ളക്കേസാണ് എന്നാണ്. അവിടെയാണ് ആസഫ് അലി സാർ ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. അതായത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു പ്രതിനിധി A റഹീമിന് കൊടുത്ത ഉത്തരത്തിൽ പറയുന്നത് 193 കേസുകൾ എടുത്തിട്ടുണ്ട് 10 വർഷത്തിനിടയിൽ. അതിൽ സിംഹഭാഗവും പ്രതിപക്ഷ നേതാക്കളെ തന്നെ കൊടുക്കുന്നതായിരുന്നു. പക്ഷെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.48. ആകെ 2 കേസുകളാണ് ഈ കൺവിക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ കേജ്രിവാൾ നിങ്ങളുടെ കേന്ദ്രമന്ത്രിയെ വിശ്വസിക്കുന്നു എന്നേ? ഇത് കൺവിക്ഷൻ റേറ്റും ഇല്ല, ഇത് കള്ളക്കേസുമാണ്. അതുകൊണ്ട് പിന്നെ ആ സമൻസിൽ എന്തിനാണ് വഴങ്ങേണ്ടത്? അങ്ങനെ ഒരു നിലപാടെടുത്തൂടെ കേജ്രിവാളിന്? അവിടെയാണ് വളരെ കൃത്യമായി ഇവിടെ പറയുന്നത്, സംശയത്തിന്റെ മുൾമുന വരുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഭരണഘടനാ പദവികളിൽ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ആരോപണം വരുമ്പോൾ ജയിലിലായി 30 ദിവസം കഴിഞ്ഞിട്ടും ജാമ്യം പോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ രാജിവെച്ചുകൊണ്ട് ആ കേസിനെ നേരിടുകയാണ് വേണ്ടത്. വീണ്ടും ആ ഒരു പദവിയിൽ കടിച്ചു തൂങ്ങി ജനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അത് ഭരണഘടനാപരമായ ധാർമ്മികതയ്ക്കെതിരാണ്, അത് ഗുഡ് ഗവേണൻസിന്റെ തത്വങ്ങൾക്കെതിരാണ്. ശരിയാണെന്ന് അംഗീകരിക്കാം. കഴിഞ്ഞ 11 വർഷമായി മോദി കേന്ദ്രത്തിൽ ഭരിക്കുകയാണല്ലോ. ഭരണപക്ഷത്തെ ഏതൊരാളിനെതിരെയാണ് ഒരു കേസ് വന്നിട്ടുള്ളത്? ഇപ്പൊ ഇതിനകത്ത് പ്രധാനമന്ത്രി അടക്കം പിടിച്ചകത്തിടാമെന്നാണല്ലോ. അല്ല, ഇവിടെ ഇപ്പോ ഒരു കേസ് പറഞ്ഞു തരൂ, ഒരു കേസ്. അതെ, 11 വർഷം ഒരു കേസ്. വേണു, താങ്കൾ ഇവിടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെയും കേന്ദ്ര ഏജൻസികളെയും കോടതികളെയും എല്ലാം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ്. നിയമം പറയുന്നത് എന്താണ്? അല്ല, ഇപ്പൊ താങ്കൾക്ക് ആരെ വേണോ സംശയിക്കാം, അത് താങ്കളുടെ സ്വാതന്ത്ര്യം മാത്രമാണ്. ഈ ഒരു നിയമം ഇത്രേ പറയുന്നുള്ളൂ, നമ്മുടെ നാട്ടിലെ ഏജൻസികളും നമ്മുടെ നാട്ടിലെ കോടതിയും അനുസരിച്ച്
ഒരാൾക്ക് 30 ദിവസം ജയിലിൽ കിടക്കുകയാണെങ്കിൽ പിന്നെയും അദ്ദേഹം ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നത് ജനങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ്. അങ്ങനെയെങ്കിൽ ഭരണഘടനാപരമായ അങ്ങനെയെങ്കിൽ ഈ ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 8 ഒരു സെക്കൻഡ് ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 8 പ്രകാരമാണ് എങ്കിൽ ഒരു ജനപ്രതിനിധി 2 വർഷത്തിലധികം ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ അയാൾക്ക് പിന്നെ ഇത്തരം ഒരു പദവികളിലും ഇരിക്കാൻ കഴിയില്ല. ഇത് വ്യവസ്ഥാപിതമായി ഉള്ള ഘട്ടത്തിൽ കോടതി തന്നെ അത് അംഗീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അല്ലേ എന്തിനാണ് ഈ 30 ദിവസം എന്ന് പറയുമ്പോൾ ശ്രീ ബിജു നായർക്കും അറിയാം സാമാന്യേന ഒരു കോടതി കൊടുക്കുന്ന രണ്ട് നീണ്ട റിമാൻഡ് കാലാവധി മാത്രമേ ആകുന്നുള്ളൂ. സാമാന്യേന കൊടുക്കുന്നത് 2 ആഴ്ച 15 ദിവസം, 2 തവണയാകുമ്പോൾ 30 ദിവസം. അത്രയും സാമാന്യമായ ഒരു കാര്യത്തിൻ്റെ പുറത്ത് ഒരാൾ ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നു, ഭരണഘടനാ പദവിയിലിരിക്കുന്നു, അതെല്ലാം സ്വമേധയാ ഇല്ലാതാകുന്നു, തട്ടിപ്പറിക്കപ്പെടുന്നു. ഇതെന്ത് സമീപനമാണ്?